ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കാം കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. നിങ്ങൾ പെരുന്നാൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിൽ ഞാൻ പാൽപ്പൊടിയോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി പായസം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പായസമാണ്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതാ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ആദ്യം ചട്ടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം വലിയ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, കുറച്ച് ഉണക്കമുന്തിരി, 2-3 ഈത്തപ്പഴം. നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണ് ഉള്ളത് വെച്ചാൽ ഉള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നെ തന്നെ വേണമെന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാനിത് ഇട്ട് കൊടുത്തതാണ്. അതുപോലെ ഞാൻ ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറിയിട്ട് ഒന്ന് വറന്ന് വരുന്ന സമയത്ത് നമ്മൾ ബാക്കി ഉള്ള മുന്തിരിയും ഈത്തപ്പഴം പാടെ ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം പായസത്തിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പാടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് കോരിയെടുക്കുക. കരിഞ്ഞ് പോകരുത് കേട്ടോ. കരിഞ്ഞാൽ നമ്മുടെ പായസം ടേസ്റ്റേ മാറിപ്പോകും. ഇതപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി അത് നമ്മൾ കോരിയെടുക്കുന്നുണ്ട്. ഒരു പൊട്ട് പോലും നെയ്യൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ഒഴിച്ച നെയ്യ് അങ്ങനെ തന്നെ ഉണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെയാണ് ഞാൻ 1 കപ്പ് സേമിയ ഇടുന്നുണ്ട്. ഞാൻ 1 കപ്പ് സേമിയൻ്റെ അളവാണ് ബാക്കിയൊക്കെ പറയണത് കേട്ടോ. ഇത് വറുത്ത സേമിയാണ്. എന്നാലും ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ വറുക്കാത്ത സേമിയ ആണെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. വറുത്ത സേമിയ ആയതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. സേമിയ വറന്ന് വന്നിട്ടുണ്ട്. ഞാനത് മാറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഇതൊരാൾക്ക് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാകുള്ളൂ. ഇതിപ്പം മുന്തിരി നട്ട്സുകളും സേമിയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ചട്ടിയിലേക്ക് തന്നെയാണ് പാല് കാച്ചാൻ പോണത്. പാല് കാച്ചണതിൻ്റെ മുമ്പ് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്നൊന്ന് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കപ്പ് സേമിയക്ക് 1.5 ലിറ്റർ പാലാണ്. 2 ലിറ്റർ പാൽ വരെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരുപാട് ലൂസായില്ലാത്ത കാരണം കൊണ്ടാണ് 1.5 ലിറ്റർ എടുത്തിരിക്കുന്നത്. ഇനി 1.5 ലിറ്റർ പാൽ ഒഴിച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള പാലാണ് ഇട്ടത്. ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്നിട്ടൊന്ന് വറ്റട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാരമൽ ഉണ്ടാക്കണം. അതിന് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മീഡിയം മധുരമുള്ളൂ കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അവിടെ വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. അത് കാരമലാകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാൽ എന്തായി എന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ പാല് 10 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ആയിട്ട് നന്നായി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. പാലിൻ്റെ പാളം ചട്ടിയിൽ ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാലിലേക്ക് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ടുണ്ടാകും. അതിന് ശേഷം ഞാനിതാ നമ്മൾ വറുത്ത് വെച്ച സേമിയ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഇത് വെന്ത് കിട്ടണം കേട്ടോ. സേമിയ വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ കാരമൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും അത്ര വല്ലാത്ത ഇഷ്ടമല്ല. ഇനി അവിടെ സേമിയ അവിടെ കിടന്ന് വേകട്ടെ. അപ്പോഴേക്കും കാരമലാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാരമലാകണ സമയത്ത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കാരമലാകാൻ തുടങ്ങിയത് പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കാരമലാകാൻ തുടങ്ങി അത് പെട്ടെന്ന് തന്നെ കാരമലായി കിട്ടിയിട്ടുണ്ട്. കരിയരുത്. അതിൽ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അപ്പോഴേക്കും സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ലെങ്ത് ആകാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ സേമിയ വെന്തതിന് ശേഷം മാത്രം കാരമലാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. കാരമൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു
പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ഒരു വേറെ ലെവല് പറയില്ലേ അതുപോലത്തെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം സേമിയൊക്കെ വെന്ത് നന്നായിട്ട് സേമിയ വെന്തതിന് ശേഷം കാരമെല്ലാം ഒഴിച്ച് അതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നട്ട്സുകളിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി ഇതൊന്ന് തിളക്കണം കേട്ടോ, നന്നായിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് തിളക്കണം. അത് നേരം അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോകരുത്. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് പെരുന്നാൾക്ക് പറ്റിയ ഒരുപാട് ബിരിയാണി റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി. അതിൻ്റെയൊക്കെ ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നമുക്ക് ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കുറുകി വരും. ഒരുപാട് കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കരുത്. ഇതേപോലെ ആകുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ്. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബായ്, ഓക്കെ, താങ്ക് യു.